കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭാരാധനയിൽ നമ്മുടെ കർത്താവിനെ നമ്മൾ ഒരുമിച്ച് ആരാധിപ്പാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നു. ഇതുവരെയും ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറച്ചു. നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനചിന്തകൾ സങ്കീർത്തനത്തിലൂടെയൊക്കെ നമ്മൾ കേൾക്കുവാനിടയായി. കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കുവാൻ എല്ലാവർക്കും ഇടയായല്ലോ. നമ്മൾ വിടുതലോട് ഇന്ന് നമ്മൾ മടങ്ങിപ്പോകും. ഹല്ലേലൂയ. നമ്മുടെ പഴയ പല വിഷയത്തിന്മേലും ദൈവം മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും തരുവാനും ദൈവം ശക്തനാണ്. വന്നു ചേർന്ന എല്ലാവർക്കും, ബഹുമാനിയ പാസ്റ്റേഴ്സ് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും പിന്നെയും അറിയിക്കുന്നു. നമുക്ക് വേഗത്തിലൊരു ചിന്ത ദൈവ വചനത്തിലേക്ക് പ്രവേശിക്കാം. വേഗത്തിലൊരു ചിന്ത വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 33-ാമത്തെ വാക്യം വായിക്കും. ആവർത്തന പുസ്തകം 5:33. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവിൻ. സമാനമായ ഒരു വാക്യം കൂടെ വായിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 40-ാം വാക്യം. നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്കും നൽകുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കുക. മതി. നിങ്ങൾ ജീവിച്ച് ഇരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും ദൈവം കൽപ്പിച്ച എല്ലാ വഴികളിലും നടന്നു കൊള്ളണം. ഈ ചിന്ത കർത്താവ് എനിക്ക് നൽകി തരുമ്പോൾ എൻ്റെ വിഷയം നന്നായിരിക്കുവാൻ. നമ്മൾ ഈ ഭൂമുഖത്തായിരിക്കുമ്പോൾ നന്നായി ജീവിക്കണം. നന്നായി ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നന്നായി ജീവിച്ച് കഴിയുമ്പോൾ സ്വർഗത്തിലും നമുക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് ഈ വചനചിന്ത നൽകി തന്നത്. നിൻ്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിനും നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന എല്ലാ കാലവും ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതം നന്നായി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് അവർ ജീവിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ? അങ്ങനെ ആഗ്രഹിക്കാത്ത മാതാപിതാക്കളില്ല കേട്ടോ. എന്നാൽ നിർഭാഗ്യവശാൽ ചില കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത്, ഈ മാതാപിതാക്കൾ പറയുന്നതൊന്നും ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ആഴങ്ങളിൽ നിന്ന് അവരോടുള്ള സ്നേഹത്തിൽ അവർ നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പല ഉപദേശങ്ങളും കുഞ്ഞുങ്ങൾക്ക് ദൈവം മാതാപിതാക്കൾ നൽകി കൊടുക്കും. ഇതുപോലാണ് നമ്മുടെ സ്വർഗീയ പിതാവ്, നമ്മുടെ അപ്പന, നമ്മെ വില കൊടുത്ത് നമ്മെ ദത്തെടുത്ത് നമ്മെ വീണ്ടെടുത്ത അപ്പൻ പറയുന്നു, നമ്മൾ നന്നായി ജീവിക്കണം. നന്നായി ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ ആ സ്വർഗീയ നാട്ടിൽ അക്കരെ ദേശം നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, മക്കളായ നാം എല്ലായ്പ്പോഴും നന്നായി ജീവിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ വഴിയാണ് നമ്മുടെ ദൈവം നമുക്ക് തിരഞ്ഞെടുത്ത് തന്ന വഴി, നന്നായി ജീവിക്കുന്ന വഴി. അല്ലാതെ വേറൊരു വഴിയില്ല. നമ്മൾ നന്നായി ജീവിക്കുവാനെ കൊണ്ട് നാമേൽ ആ വഴി നമ്മളെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുമ്പോൾ ആ വഴിയേ തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുക. എന്നാൽ ആ വഴി തെറ്റിപ്പോകുവാൻ പിശാച് നമുക്കെതിരായി പ്രവർത്തിച്ചും കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വഴി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ വഴിയെ പോകുവാൻ നമ്മൾ വില കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. മനസ്സിലായോ? എത്ര പേർക്ക് അത് മനസ്സിലായി? നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പിന്നെ സ്ഥാനമില്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പിന്നെ ഒരിക്കലും സ്ഥാനമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്, നമ്മൾ സമർപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വെറുക്കേണ്ടി വരും.
ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ നമ്മൾ ആമേൻ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ നന്നായി നമുക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കുവാൻ കഴിയത്തുള്ളൂ. അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കണം. നാം എവിടെ പോകണമെന്നും എന്ത് ചെയ്യണമെന്നെല്ലാം നമുക്ക് ആലോചന ദൈവം പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പിന്നെ പോകുന്നു എങ്കിൽ വിചാരിച്ചോണം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമ്മൾ വിധേയപ്പെടുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമ്മൾ വിധേയപ്പെടുവാൻ സ്വർഗീയ അപ്പൻ നമ്മിൽ കൂടെ തീരുമാനിക്കണം. ആ തീരുമാനമനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 33-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇതിനർത്ഥം ഞാൻ നിന്റെ ബുദ്ധി ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിന്നെ പഠിപ്പിക്കും, ആലോചന പറഞ്ഞു തരുമെന്നൊക്കെയാ. അപ്പോൾ ഈ വഴി പഠിക്കുവാൻ, ഈ ആലോചന കേൾക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിതമായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചന നമ്മൾ പ്രാപിക്കുവാൻ നമ്മൾ സന്മനസ് കാണിച്ചാൽ ദൈവം ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്നവനാണ്. നമ്മെ പരാജയത്തിലേക്ക് നടത്തുന്ന ദൈവമല്ല. ആരുടെയൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നീ മുന്നോട്ട് ചുവടുവെക്കുക. നിന്റെ തലമുറയുടെ അതേ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശബ്ദം നീ കേൾക്കുവാൻ കഴിയും. ആമേൻ. നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാ, നല്ല ആലോചനക്കാരനായി നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവമാ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ടല്ലോ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-21 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 20-21. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും. നമ്മൾ ഈ വഴിയെ കടന്നു പോകുമ്പോൾ നമ്മുടെ കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും ഒക്കെ കുടിപ്പാൻ ഇതൊക്കെ തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മാറിയിരിക്കുന്നവനല്ല, മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ നിന്റെ കണ്ണ് ആ ഉപദേഷ്ടാവിനെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? കണ്ടുകൊണ്ടേയിരിക്കണം. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ കഷ്ടതയുടെ പ്രതികൂലത്തിന്റെ അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിന്റെ നോട്ടം തെറ്റരുത്. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ ാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കണ്ണ് മാറിപ്പോകരുത്. കണ്ണ് നേരെ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവമുഖത്ത് നിന്ന് ആ നോട്ടം മാറിപ്പോകരുത്. നോട്ടം മാറിയാൽ ദൈവകൃപ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നിന്റെ കണ്ണ് നേരെ നോക്കണം. നമ്മുടെ ജീവിതത്തിൽ നേരെ നോക്കണമെന്ന്, ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നേരായ വഴിയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യണമെന്ന് നമുക്കറിയാം. ആമേൻ. ഇസ്രായേലിന്റെ മധുര ഗായകനായിരുന്ന ദാവീദ്, ഹല്ലേലൂയ, ആമേൻ, വെളിം പ്രദേശത്തൊന്ന് ചുറ്റാൻ പോയതാ. നോട്ടം തെറ്റിയപ്പോഴത്തേന് എന്തൊക്കെ സംഭവിച്ചെന്ന് നമുക്കറിയാം. ബേർഷേബുമായിട്ട് പാപം ചെയ്യുവാൻ ഇടയായി തീർന്നു. അത് മാത്രമാണോ, ഊരിയാവ് തൻ്റെ ഭർത്താവിനെ ചതിച്ചു കൊല്ലുവാൻ ഇടയായില്ലേ? ഊരിയാവെന്ന് പറയുന്ന ആളിനെ കുറിച്ച് നിങ്ങൾ ദൈവവചനം വായിക്കണം കേട്ടോ. എത്ര വിശ്വസ്തനായിരുന്നു ഊരിയാവ്. ഒരിക്കൽ പറഞ്ഞതാണ്, അതെ, ഹല്ലേലൂയ, അതെ, ദൈവത്തിൻ്റെ പെട്ടകം പാളയത്ത് അതേ യുദ്ധമുഖത്ത് ആയിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ കുടുംബത്തോട് ചേർന്ന് വിശ്രമിക്കും? അങ്ങനെ പോലും ആ മനസ്സില്ലാതെ യുദ്ധമുഖത്ത് പോകുവാൻ പറഞ്ഞപ്പോൾ സന്മനസ്സോട് പോയവനെ ചതിച്ചു കൊന്ന ദാവീദേ, നിന്നെ വില കൊടുക്കേണ്ടി വന്നു. നീ ഒന്ന് ഉലാവാൻ പോയതാ. നീ വെളിം പ്രദേശത്ത് നീ ഒന്ന് ഉലാവാൻ പോയപ്പോൾ ദൈവകൃപ നീ നഷ്ടപ്പെടുത്തിയെങ്കിൽ, ദൈവകൃപ നഷ്ടപ്പെട്ടാൽ നീ ശേഷം മനുഷ്യനെ പോലെയാ. പിന്നെ പിശാച് നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുവാനിടയായി തീരും. ദൈവകൃപയിൽ നിലനിൽക്കണം കേട്ടോ. ദൈവകൃപ നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ ചൂർന്നെടുത്ത് കളയാനാ പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൊട്ടക്കണ്ണനായാലും കുഴപ്പമില്ല, അഗ്നി നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമല്ലോ.
നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ കൈ വെട്ടിക്കളയാനാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൈയില്ലാത്തവനായിരുന്നാലും അഗ്നി നരകത്തിൽ ആമേ പോകാതിരിക്കുമല്ലോ. ഹല്ലേലൂയ. അങ്ങനെ കണ്ണ് ആമേ ഇയ്യോബിനെ പോലെ ഒരു നിയമം ചെയ്ത കണ്ണാണ്. ആരുടെ കണ്ണ്? ദൈവത്തിന്റെ ദാസീദാസന്മാരായ ദൈവമക്കൾക്കുണ്ടാകേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കൃപയിൽ നിൽക്കുന്നിടത്തോളം കാലം ദൈവം നമുക്ക് ഉപദേശിച്ച് നമ്മെ വഴി നടത്തും. അതിൻ്റെ അടുത്ത വാക്യം 21-ാം വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാവ്. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കണ്ടോ. ഇതില് നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേട്ടുകൊള്ളും. ഏതൊക്കെയോ വിഷയത്തിന്മേൽ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയാതെ വ്യാകുലപ്പെട്ട് ഹൃദയം നൊമ്പരമായിരിക്കുന്ന ദൈവത്തിന്റെ ദാസീദാസന്മാരെ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പോകുകയാ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവ ശബ്ദം കേൾക്കാൻ പോകുകയാ. ഈ ദിവസങ്ങളില് യാതൊരു വിധമായ പ്രലോഭനങ്ങളോ ഒന്നും നിന്റെ ദൈവമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്, ദൈവത്തോടുള്ള ദൈവകൃപ നീ ഒഴിവാക്കുവാൻ ഒരിക്കലും സമ്മതിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നമ്മുടെ വിശ്വാസിയുടെ അനുദിന ജീവിതത്തെ നയിക്കുന്നത് ദൈവവചനത്തിന് അധിഷ്ഠിതമായിരിക്കണം. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും നിയന്ത്രണവും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ രണ്ട് കാര്യം, ഒന്ന് വചനവും പരിശുദ്ധാത്മാവുമാണ് ദൈവ പൈതലിനെ അനുദിനം മുന്നോട്ട് നടത്തുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പിന്നെ ഒരിക്കലും ജഡാഭിലാഷങ്ങൾക്ക് നമ്മൾ വിട്ടുകൊടുക്കുവാൻ, നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരാകുകയില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അനുദിന ജീവിതത്തെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ വചനത്തിൻ്റെ അധിഷ്ഠിതമായ ആ വിധേയത്വ മനോഭാവത്ത് മുന്നേറുമ്പോൾ ജഡത്തിൻ്റെ ഇച്ഛകൾക്ക്, പിന്നെ ജഡമോഹങ്ങളിൽ ആകാത്ത വഴികളിൽ നടക്കുവാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം, നിയന്ത്രണം, ആ കൃപയിൽ നിൽക്കുമ്പോൾ ദൈവശബ്ദം നമ്മെ കേൾപ്പിക്കും. മകനെ, ഇതാകുന്നു വഴി എന്ന് പുറകിൽ നിന്ന് കേൾക്കും നമ്മൾ കേട്ടല്ലോ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം നിശ്ചയമാണ്, പിശാച് ഹല്ലേലൂയ നിനക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ കെണി വെക്കുമ്പോൾ ആ കെണിയെ പൊട്ടിച്ച് കളയുന്നവൻ ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ കഴിയും? ആ കെണിയെ പൊട്ടിക്കുന്ന ഒരുവനാ നമ്മൾ സേവിക്കുന്ന എൻ്റെ ദൈവം. ഹല്ലേലൂയ. വിശ്വസിക്കണം കേട്ടോ. 91-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? 91-ന്റെ 3 അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ഹല്ലേലൂയ. കാണാപ്പാഠം അറിയാവുന്ന സങ്കീർത്തനമാ. എന്നാൽ അതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങണം കേട്ടോ. ഇന്ന് ഈ പകൽക്കാലം ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിലാണോ വസിക്കുന്നത്? ആ ദൈവകൃപയിലാണോ ഞാൻ നിൽക്കുന്നത്? ദൈവ ശബ്ദത്തിന് കേൾക്കുവാൻ ഞാൻ തന്നെ ഒന്ന് വിധേയപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ കണ്ണ് നേരെയാണോ നോക്കുന്നത്? അരുതാത്ത വഴിയിൽ ഞാൻ പോകുവാൻ ശത്രു പ്രലോഭനം കൊണ്ടുവരുമ്പോൾ ഞാൻ അതിനെ എതിർത്ത് നിൽക്കുവാൻ ഞാൻ സന്മനസ് കാണിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം വായിച്ചേ. 6:16. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടക്കണം കേട്ടോ. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് ചോദിക്കാൻ ഒരു സന്മനസ് നമുക്കുണ്ടാകണം. ചോദിക്കാൻ, ദൈവസന്നിധിയിൽ നിന്ന് ഇരിക്കാൻ സന്മനസ്സുണ്ടാകണം. സ്വർഗീയ അപ്പനോട് നീ നിരന്തരം ഒന്ന് ചോദിച്ചു നോക്കിയേ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് എന്ത് ലഭിക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? വിശ്രാമം ലഭിക്കും, ഒരു സ്വസ്ഥത ലഭിക്കും, ഒരു സമാധാനം ലഭിക്കും. ഹല്ലേലൂയ. എന്നാൽ അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറയുന്ന ആമേൻ ഹല്ലേലൂയ ഒരു കൂട്ടം ജനത്തിന്റെ മധ്യേ ദൈവത്തിന്റെ ദാസീദാസന്മാരെ നമുക്ക് നടക്കുവാൻ കഴിയണം. ദൈവ ശബ്ദം നമ്മെ കേൾപ്പിക്കുവാൻ ദൈവം തയ്യാറാണ്. ഹല്ലേലൂയ. ആമേൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കർത്താവ് തന്നെയല്ലേ വഴി. കർത്താവ് എന്താ പറഞ്ഞ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ
കടക്കുവാൻ കഴിയത്തില്ല കേട്ടോ. ഇതാണ് യഥാർത്ഥ വഴി. ഹല്ലേലൂയ. ഈ വഴി ഹല്ലേലൂയ പഴയ നിയമത്തോടുള്ള ബന്ധത്തിലും പുതിയ നിയമത്തോടുള്ള ബന്ധത്തിലും ആമേ കർത്താവ് തന്നെയാണ് നമ്മുടെ വഴി. ഹല്ലേലൂയ. ആമേ ആ വഴിയെയാണ് ആരെ ഇസ്രായേൽ ജനത്തെ ആമേൻ ഹല്ലേലൂയ മരുഭൂമിയിൽ കൂടെ നടത്തിയത്. അതുകൊണ്ടാണ് ആമേൻ ബാലാക്ക് എന്താ ചെയ്തത്? നല്ല കൂലി അങ്ങോട്ട് കനക്ക കൊടുത്തു. ആമേൻ ആർക്ക്? ബിലയാം പ്രവാചകൻ ശപിച്ചാൽ അത് സംഭവിക്കും, അനുഗ്രഹിച്ചാൽ അത് സംഭവിക്കും. എന്നാൽ ബാലാക്കിന് നല്ലവണ്ണം അറിയായിരുന്നു. ബാലാക്ക് കൂലി അങ്ങോട്ട് കൊടുത്തിട്ട് ഹല്ലേലൂയ ജനത്തെ ശപിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ശാപത്തെ എൻ്റെ ദൈവം അനുഗ്രഹമാക്കി. കാരണം എന്താണെന്നറിയാമോ? ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല, അവിശ്വാസിയുമായി ഇണയില്ലപ്പണ കൂടാതെ നിൽക്കുന്ന ഒരു ജനം. പിന്നെ അവിടെ വല്ലതും ഫലിക്കുവോ? അവിടെ ഒരു ബാധയും അവൻ്റെ കൂടാരത്തിൽ ഏൽക്കുകയില്ല കേട്ടോ. ആ നല്ല കർത്താവ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തൻ്റെ ജനത്തെ ആമേൻ ശപിക്കുവാൻ ആമേൻ ബിലയാം വന്നപ്പോൾ ശാപം എൻ്റെ ദൈവം അനുഗ്രഹമാക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ ഹല്ലേലൂയ ആരൊക്കെ ശപിച്ചെന്ന് പറഞ്ഞാലും ശാപം ഏൽക്കത്തില്ല കേട്ടോ. നീ കൃപയിൽ നിന്നോണം. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ വിഷയം മറ്റൊന്നുമല്ല, നമ്മൾ നന്നായി ജീവിക്കുവാൻ അപ്പൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ആമേൻ. എന്നാൽ ബാലാക്ക് ആമേൻ ഇവൻ ഈ ബിലയാമിനോട് ശപിക്കാൻ പറഞ്ഞപ്പോൾ ബിലയാം ശപിക്കാൻ കഴിയാതെ പോയപ്പോഴേ 22, 23 വായിക്കണ്ട, ഈ 24 അധ്യായങ്ങളിലേക്ക് ആമേൻ ബാലാക്ക് ആമേൻ ഇവനെ പൊറുതി അങ്ങ് മടുത്തു. ഇനി നീ ശപിക്കുകയോ വേണ്ട അനുഗ്രഹിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞു വിടുകയാ. എന്നാൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ ബിലയാമിനെ ഇല്ല പൊതി കണ്ടു കഴിഞ്ഞപ്പോഴത്തെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു എന്നുള്ള കാര്യം അങ്ങ് മറന്നുപോയി. ആമേൻ. ഈ പൊതി കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെയും ആമേൻ ആ ഭാഗത്ത് സംഖ്യാപുസ്തകത്തിൽ കാണുന്നില്ലെങ്കിലും മറ്റു പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. അതേ ബിലയാം ഹല്ലേലൂയ എന്താ ചെയ്തത്? ആമേൻ കൂലി കൊതിച്ച് ആമേൻ ബാലാക്കിന് ഉപദേശം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഭാഗം ഒന്നെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യൂദായുടെ ലേഖനം 11-ാം വാക്യം ഒന്നെടുത്ത്. യൂദായുടെ ലേഖനം 11-ാം വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ചു ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. മതി. കൂലി കൊതിച്ച് ബിലയാം അത് എന്താ ചെയ്തത്? ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ വഞ്ചകനായിട്ട് അവിടെ നിന്ന് കേട്ടോ. ഹല്ലേലൂയ. വീണ്ടും ഒരു വാക്യം 2 പത്രോസിന്റെ ലേഖനം 2:14 വായിച്ച്. 2:14. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുകളെ വശീകരിക്കുന്നവരും ദിവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. അതിന് 2:14 വായിച്ചത്. 2 പത്രോസ് 14-15 വായിച്ച്. 14 അവർ നേർവഴി തെറ്റി ബയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. എങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാ കഴുത അത് സംസാരിച്ചതൊക്കെ നമുക്കറിയാം. ഭാഗം ഞാൻ വിടുകയാണ്. വെളിപ്പാട് പുസ്തകം 2:14 വായിച്ച്. 2:14 വെളിപ്പാട് 2:14. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന് ദുർനടപ്പാചരിക്കേണ്ടതിന് അവരുടെ മുൻപിൽ ഇടർച്ച വരുത്തുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. നമുക്കറിയാം 24 സംഖ്യാപുസ്തകത്തിലും 25-ാം അധ്യായത്തിനും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നു. അവിടെ എഴുതിയില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ ലേഖനങ്ങളിലൂടെയും വെളിപ്പാട് പുസ്തകങ്ങളിലൂടെയും നമ്മോട് വ്യക്തമായി ഇടപെടുകയാ. എന്താ സംഭവിച്ചത്? 25-ാം അധ്യായം സംഖ്യാപുസ്തകം 1 മുതൽ താഴോട്ട് വായിച്ച് 25-ന്റെ 1 മുതൽ. ഇസ്രായേൽ സിദ്ദീമിൽ പാർക്കുമ്പോൾ
ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയോരിനോട് ചേർന്ന് യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. നോക്കിയ ഇസ്രായേൽ മക്കൾ പാപ വഴിയിലേക്ക് തിരിയുവാൻ കാരണം എന്താണ് അവിടെ സംഭവിച്ചത് നമുക്കറിയാം. അതെ, ഈ സഹോദരങ്ങൾ, ഈ പുരുഷന്മാർ ഹല്ലേലൂയ പോകുന്ന വഴി അണിഞ്ഞൊരുക്കി നിർത്തിയ കുറെ സഹോദരിമാർ സ്ത്രീജനത്തെ ബാലാക്ക് ബിലിയാമിന്റെ ഉപദേശം പിടിച്ച് അവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. നോക്കിയേ, ദൈവകൃപയിൽ നിൽക്കുന്നതായ തൻ്റെ ജനത്തിന് ഹല്ലേലൂയ ദൈവകൃപ വിട്ട് കഴിയുമ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുകയാണ്. എന്താ സംഭവിച്ചത് നമുക്കറിയാം. 23,000 പേര് അവിടെ, അത് 24,000 പേര് അവിടെ, അത് ദൈവത്തിൻ്റെ ക്രോധ പണിഷ്മെന്റിൽ അകപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 23,000 പേരെന്ന് 1 കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നുണ്ട്. അത് ഓൺ ദ സ്പോട്ടിൽ നടത്തുന്ന 23,000, പിന്നീട് 1000 പേരുടെ മരിച്ചു. അതിൻ്റെ കണക്കാണ് 24,000 എന്ന് സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതെല്ലാം നടക്കാൻ കാരണം എന്താണ്? ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ജനം, അതെ അവിശ്വാസിയുമായി ഇണയില്ലാപ്പിണ കൂടുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നു. അങ്ങനെ അകന്നു പോയപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവകോപം അവരുടെ മേൽ വീഴുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ, ഇതറിയാവുന്ന ബിലയാം ഒരു ഐഡിയ ആർക്ക് കൊടുത്തു? ബാലാക്കിന് കൊടുത്തു. ആ നിലയിൽ അവരെ സാഹചര്യങ്ങൾ ഒരുക്കി. അതുപോലെ ദൈവജനം തകർന്നു പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസീദാസന്മാരെ ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. ബുദ്ധിപദേശത്തിനായി എഴുതി വച്ചിരിക്കുകയാണ്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായ കടമകളാണ്. ഹല്ലേലൂയ. നമ്മെ വിളിച്ച വിളി അത് വിശുദ്ധ വിളിയാണ്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായിരിക്കേണ്ടതിന് അവിടുത്തെ വഴികളിൽ തന്നെ നടക്കുവാനിടയായി തീരണം. നമ്മുടെ കുഞ്ഞുകുട്ടികൾ നന്നായിരിക്കേണ്ടതിന് അവിടുത്തെ വഴികളിൽ തന്നെ നമ്മൾ നടക്കുവാനിടയായി തീരണം. രണ്ടാമതായി നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. അതെ, നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന്, നന്നായിരിക്കേണ്ടതിന് കൽപ്പിച്ച വഴിയിൽ നടക്കണമെന്നുള്ള ചിന്തയിൽ രണ്ടാമതായി ആവർത്തന പുസ്തകമാണ് 6-ാം അധ്യായം 24-ാം വാക്യം പറഞ്ഞത്. എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിന് ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടണം. രണ്ടാമത് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതം നന്നായി ജീവിക്കേണ്ടതിന്, നമ്മുടെ കുഞ്ഞുകുട്ടികൾ നന്നായി ജീവിക്കേണ്ടതിന്, നമ്മുടെ ജീവിതം മുന്നോട്ട് നന്നായി തന്നെ മുന്നേറേണ്ടതിന് നാം എന്ത് ചെയ്യണം? രണ്ടാമത് നാം ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവന് മാത്രമേ ദൈവ വഴികളെ പിൻപറ്റുവാൻ കഴിയുകയുള്ളൂ. നോക്കിയ ദൈവത്തിൻ്റെ ജനമേ, ഈ കാലഘട്ടത്തിൽ അനേകരുടെ ദൈവഭയം കുറഞ്ഞിരിക്കുകയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ആത്മലോകത്ത് പണ്ടത്തെ പോലെ, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തെ പോലെ ദൈവഭയം ഉണ്ടോ? നമ്മുടെ തലമുറകൾ ദൈവഭയം പഴയതുപോലെ ഉണ്ടോ? എന്നാൽ ദൈവഭയം മടക്കി കൊണ്ടുവരണം. ഹല്ലേലൂയ. നമ്മൾ നന്നായിരിക്കേണ്ടതിന്, ഇന്നത്തെ പോലെ അവർ നമ്മെ ജീവനോട് രക്ഷിക്കേണ്ടതിന് ദൈവമായ യഹോവയെ നമ്മൾ ഭയപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് മാത്രമേ കൽപ്പനയാകുന്ന വഴിയിൽ കൂടി നടക്കുവാൻ കഴിയുകയുള്ളൂ. സങ്കീർത്തനത്തിൽ എത്രയോ ഭാഗങ്ങൾ, 112-ാം സങ്കീർത്തനം 1-ാം വാക്യം എന്താ വായിക്കുന്നത്? 112-ന്റെ 1. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 128-ാം സങ്കീർത്തനത്തിൽ അത് തന്നെയല്ലേ പറയുന്നത്? ഒന്ന് വായിച്ചേ 1-ാം വാക്യം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ആമേൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവന്റെ വഴികളൊന്ന് നടന്നു നോക്കിയേ. സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു ആ വഴികളിൽ നടക്കുവാൻ. നമ്മളെ പോലെ ഭാഗ്യവാന്മാർ വേറെ ഇല്ല കേട്ടോ.
ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് ആമേൻ സ്തോത്രം ആമേൻ ഈ ദൈവ വഴികളിൽ നടക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഭയമില്ല എങ്കിൽ ദൈവ വഴി നടക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അനേകരെ കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിനെ ആമേൻ ആരാധിക്കാൻ വരുന്നവരുണ്ട്. ഇവിടെ ദൈവജനം അങ്ങനെയുള്ളവരല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ ഭയവും ദൈവത്തോടുള്ള ആമേൻ 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 ആ സ്നേഹവും നിമിത്തമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ വിടുതലൊക്കെ രണ്ടാമത് അത് കർത്താവ് നൽകി തന്നുകൊണ്ടേയിരിക്കും. ആമേൻ. മുൻപ് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ ദൈവം നമുക്ക് നൽകി തരുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ബാക്കിയുള്ളതിന് വേണ്ടി നമ്മൾ കൂടുതൽ വേവലാതിപ്പെടേണ്ട. അതൊക്കെ നമുക്ക് തരും. ഉണ്മാനും ഉടുക്കുവാനും പാർക്കുവാനും ഒക്കെ ദൈവം ആമേൻ നമുക്ക് തന്നുകൊണ്ടിരിക്കും. നാളെ ആയാലും തരും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും നമ്മളൊന്ന് അന്വേഷിച്ചാൽ മതി. തിരുവനന്തപുരത്ത് വെജിറ്റേറിയൻ ആര്യാസിൽ പോയിട്ട് മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മസാല വന്നോളും കേട്ടോ. ദോശ കൊണ്ടുവന്നാലും മസാല വന്നോളും. ഹല്ലേലൂയ. മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. ചട്നിയൊക്കെ അവൻ പിന്നെ കൊണ്ട് തന്നോളും. ആമേൻ. മസാല ദോശ ഓർഡർ ചെയ്താൽ മതി. ബാക്കി ചട്നി ഒന്നും കുറയ്ക്കത്തില്ല, അതെല്ലാം അവർ തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ നാം തയ്യാറാകണം. നോക്കിയേ. ആമേൻ. അബ്രഹാം ആമേൻ 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 12:1 വായിക്കുന്നത് എന്താണ്? അബ്രഹാമിന് ആമേൻ കർത്താവ് അത് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഭയത്തോടല്ലേ അനുസരിച്ചത്? ഒന്ന് വായിച്ചേ. അബ്രഹാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമാകും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നോക്കിയേ. ദൈവ വഴികളിൽ നടക്കുന്നവൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, ഹല്ലേലൂയ, അവനെ ശപിക്കുന്നവരെ കർത്താവ് ശപിച്ചോളും. ആ ശാപം അവൻ ഏൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആ ദൈവഭയം ഉള്ളത് കൊണ്ടല്ലേ ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ തൻ്റെ ഏകജാതനെ യാഗമർപ്പിക്കുവാനായിട്ട് കർത്താവ് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ തൻ്റെ കുടുംബത്തോട് പോലും പറഞ്ഞു കാണത്തില്ല. ആമേൻ. മകനെ കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകുകയാണ്. യാഗമർപ്പിക്കുവാൻ കത്തി അത് വീശുമ്പോൾ അബ്രഹാമേ മാലന്റെ മേൽ കൈവയ്ക്കരുതെന്ന് പറഞ്ഞ് അവന് കൊടുത്ത വാഗ്ദത്തങ്ങളുടെ ഒട്ടനവധിയല്ലേ. നീ വാസ്തവമായി നീ ദൈവത്തെ ഭയപ്പെടുന്നതിനാൽ ആമേൻ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നീ വാസ്തവമായി എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നല്ലേ അവിടെ പറഞ്ഞത്. തൻ്റെ ദാസന് വേണ്ടി ഒരു ആട്ടുകൊറ്റനെ മുന്നമേ അവിടെ കരുതിയില്ലേ? ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മുന്നമേ നിന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നീ പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ നിന്റെ വിഷയങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അങ്ങോട്ട് ദുഃഖത്തോട് പോയെങ്കിൽ തിരിച്ച് സന്തോഷത്തോടല്ലേ പോകുന്നത്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങളുമായി ദുഃഖത്തോട് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ ദൈവം അയക്കാൻ പോകുകയാ. കരങ്ങൾ അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ചില വിഷയത്തിന്മേൽ അതേ സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ പോകുകയാ, വിടുതലോടെ മടങ്ങിപ്പോകാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ നമ്മുടെ ആ വിഷയം, നമ്മൾ ദൈവസന്നിധിയിൽ ആമേൻ ദൈവ വഴികൾ നടക്കുമ്പോൾ നമ്മൾ നന്നായി ലോകത്ത് ജീവിക്കുവാൻ കഴിയും. നമ്മുടെ തലമുറകൾ നന്നായി ജീവിക്കുവാൻ കഴിയും. വാസ്തവമായി നമ്മുടെ കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ വഴി നമ്മുടെ കർത്താവ് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആ വഴിയിലൂടെ നമ്മൾ പോകുവാൻ കഴിയണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയത്തില്ല. കർത്താവ് വേറെ ഒരു പ്രാവശ്യം പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഞാൻ വാതിലാകുന്നു. ഹല്ലേലൂയ. എന്നിലൂടെ അകത്ത് നിങ്ങൾ പ്രവേശിക്കണം. വേറൊരു ഭാഗത്ത് കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ, അതെ ആമേൻ, ഈ വഴി ഞെരുക്കവും ഇടുക്കവുമുള്ളതാണ്, ഇതിൽ പോകുന്നവർ ചുരുക്കമാണ്, ഇത് ജീവങ്കിലേക്കുള്ള വഴിയാണെന്നാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ വിശാലമായ വഴി വേറൊന്നുണ്ട്, അതിലേക്ക് അനേകർ പോയിക്കൊണ്ടിരിക്കുകയാ. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, അയ്യോടാ ഇത്രയും പേർ അതിലേ പോകുന്നു,
ഇനി അതുമല്ല ആണോ ശരി? ഇത്രയും വളരെ ചുരുക്കമാണല്ലോ, ഒരു മൈനോറിറ്റി ആണല്ലോ നമ്മൾ പോകുന്ന വഴി. ഒരിക്കലും കർത്താവ് അത് മുന്നമേ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇതിലെ പോകുന്നവർ ചുരുക്കമാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ കൂട്ടുകാർ ഹല്ലേലൂയ അതിലേ പോകും, അല്ല നിന്റെ ഹല്ലേലൂയ ബന്ധുമിത്രാദികൾ പോലും അതിലേ പോകും, ഒരുപക്ഷെ രക്തബന്ധങ്ങൾ പോലും അതിലേ പോകും. എന്നാൽ ഹല്ലേലൂയ ആ വഴി നമ്മൾ തിരഞ്ഞെടുക്കുവാൻ കഴിയത്തില്ല. നമ്മൾ വേർപെട്ടവരാണ്. ഹല്ലേലൂയ വേർപെട്ടവര്. ഹല്ലേലൂയ ഈ വാതിലിന്റെ മുൻപിൽ ചെല്ലുമ്പോൾ പഴയതെല്ലാം ഉരിഞ്ഞു കളഞ്ഞിട്ട് ഞെരുക്കമുള്ള വഴിയിലാണ് നമ്മൾ പോകുന്നത്. പഴയ സ്വഭാവത്തെ ഉരിഞ്ഞു കളഞ്ഞു, പഴയ എന്താ പറയുന്നത്, നമ്മുടെ സ്വയത്തെ എല്ലാം ഇറക്കി. നമ്മുടെ പഴയ ആചാരത്തെ, നമ്മുടെ പഴയതായ എല്ലാ ദൈവമില്ലാത്ത സ്വഭാവങ്ങളെല്ലാം കളഞ്ഞിട്ടേ ഈ വഴി കൂടെ പോകാൻ പറ്റത്തുള്ളൂ. എങ്കിലേ ഈ ഞെരുക്കത്തിലൂടെ ഒക്കെ പോകത്തുള്ളൂ. ഞെരുക്കമുള്ള വഴിയാണ്, നിന്നയുണ്ട്, ഒറ്റപ്പെടലുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ വഴി തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചില സപ്പോർട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല, ജോലി പോലും കിട്ടാതെ വരും. ഭാരപ്പെടരുത് കേട്ടോ എൻ്റെ അപ്പൻ. ഹല്ലേലൂയ. ഈ ഞെരുക്കമുള്ള വഴിയിലൂടെ നീ പോകുമ്പോൾ നിനക്ക് വേണ്ടി കരുതുന്നുണ്ട്. രാവിലെ കേട്ടതുപോലെ, പാട്ട് കേട്ടതുപോലെ, യഹോവ ഇരിയ, അവൻ കരുതുന്നവനാ, അവൻ നിനക്ക് വേണ്ടി കരുതുന്നവനാ. ഈ വഴി നിമിത്തം നിന്റെ ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മടക്കി തരുന്ന ഒരു അപ്പനാ നമുക്ക് സ്വർഗത്തിലുള്ളത്. ആമേൻ. ഹല്ലേലൂയ. ഈ വഴിയിലൂടെ പോകുമ്പോൾ ഒറ്റപ്പെടലുകൾ വരാം, നിന്ദകൾ വരാം. അനേകരെ ചിലപ്പോൾ സുഹൃത്തുക്കളൊക്കെ മാടി വിളിക്കുന്ന ഒരനുഭവം ഉണ്ടാകും. വാ ഇതിലൂടെ വാ, നീ മാത്രമല്ല ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, ഇതിലെ വാ. ഹല്ലേലൂയ. അവിടെ കൂത്തുണ്ട്, മറ്റേ ഡാൻസ് ഉണ്ട്, പോരാ കുടിയുണ്ട്, സിഗരറ്റ് വലിയുണ്ട്, ഇതെല്ലാം അതിനകത്തുണ്ട്. ഇതിനകത്ത് കൈക്കൂലിയും മേടിച്ച് പണവും കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ വയ്യ. ഇതെല്ലാം ഈ വഴി, വിശാല വഴിക്കകത്തുള്ളതാണ്. ഇന്ന് ഏത് കാര്യമാണ് നമ്മുടെ ഒരു റോഡ് പണി പോലും നടക്കാത്തതിൻ്റെ കാര്യമൊക്കെ അറിയാം. ഞാൻ ഇതൊന്നും പറയുന്നില്ല, ഇത് മയ്യിൽ കൂടെ പോകുന്നത് കൊണ്ട്. ഇതെല്ലാം വിശാല വഴിക്കകത്തുള്ളതാണ്. ദൈവവൈതലിനൊക്കെ അവിടെയൊക്കെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇച്ചിരി പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം, പല നിന്ദകൾ അനുഭവിക്കണം, ചില ഞെരുക്കങ്ങൾ അനുഭവിക്കണം. എങ്കിലേ ആമേൻ ഹല്ലേലൂയ അക്കരെ എത്തുകയുള്ളൂ. ഇത് ഞെരുക്കമുള്ള വഴിയാണ്. ഇതിൽ ഹല്ലേലൂയ പറയുന്നതായ കൂത്തുകാഴ്ചകളൊന്നും കാണുമെന്നില്ല. എന്നാൽ ഇതിനോടെല്ലാം നമ്മൾ വിട പറഞ്ഞിട്ടാണ് ഇതിന് പോകേണ്ടത്. ഇതെല്ലാം പഴയ സ്വഭാവങ്ങളെല്ലാം ഉരിഞ്ഞു വെച്ചിട്ട് ഈ ഞെരുക്കമായ വഴിയിലൂടെ പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകണം. ഏതാ കൊണ്ടുപോകണമെന്ന് അറിയാവോ? ഒന്ന് കൊണ്ടുപോകണം. എന്നെ അനുഗമിക്കും, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് നമ്മളെ അനുഗമിക്കണം. നമ്മുടെ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ. ഈ ക്രൂശ് അല്പ ഭാരമുള്ളതാണെങ്കിലും ചുമക്കാൻ കർത്താവുണ്ട്, കൂടെ ഉണ്ട് കേട്ടോ. ഈ ക്രൂശിനെ ചുമന്നുകൊണ്ട് കർത്താവ് നമ്മെ ആശ്വാസം തരുന്നവനാ. കർത്താവ് പറഞ്ഞല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഹല്ലേലൂയ. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകുന്നു. അതുകൊണ്ട് എൻ്റെ നുകം ഏറ്റെടുത്തുകൊണ്ട് എന്നോട് നിങ്ങൾ പഠിപ്പീൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അക്കരെ എത്തണമെങ്കിലേ ഈ ക്രൂശും കൊണ്ട് തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുക്കണം. അവരവർക്ക് ഓരോ ക്രൂശുകൾ ദൈവം നൽകിയിട്ടുണ്ട്. അവരവരുടെ ക്രൂശ് അവരെ എടുത്തേ പറ്റത്തുള്ളൂ. ആ ക്രൂശില്ലാതെ ആമേൻ ഹല്ലേലൂയ നമുക്ക് അക്കരെ നാട്ടിലെത്താൻ പറ്റുകയില്ല. ഇത് നിന്ദയുടെ മാർഗമാണ്, ഇത് പരിഹാസത്തിൻ്റെ മാർഗമാണ്, ഇത് ഒറ്റപ്പെടലിൻ്റെ മാർഗമാണ്. പലപ്പോഴും നമ്മളെ തടയപ്പെടും, ജോലി മുഖത്ത് പോലും തടയപ്പെടും, ഓഫീസിൽ തടയപ്പെടും. ഹല്ലേലൂയ. ഒറ്റപ്പെടുത്തും. ഇതെല്ലാം ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങളാ. ഹല്ലേലൂയ. ഇവിടെയും നമ്മളെ സഹിക്കണം. സഹിച്ചാൽ കൂടെ വാഴും. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. കരങ്ങൾ അടിച്ച് കർത്താവിൽ നിന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഈ നമ്മളെ ഒരു പക്ഷേ ഈ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ഒരു വഴിയിൽ ഇങ്ങനെ നിൽക്കുകയല്ലായിരുന്നു. അന്നേരം നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് രണ്ട് വഴി പ്രത്യക്ഷമായി. അതിലൊരു വഴി വിശാലം, ഒരു വഴി ഈടിക്കൂടെ പോകുന്ന ഒരു കൂട്ടം ആത്മീലോക് ജാറേ. എന്നാൽ പറയട്ടെ ഹല്ലേലൂയ, ആ വഴിയല്ല ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഞെരുക്കത്തിൻ്റെ വഴിയാണ്, അത് ചുരുക്കമാണ്, അത് ജീവങ്കിലേക്ക് പോകുന്ന വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാറി നിൽക്കേണ്ടിടത്ത് മാറി നിൽക്കണം. ഹല്ലേലൂയ. നീ മാറി നിൽക്കണം. ആമേൻ. ഹല്ലേലൂയ. ഒറ്റപ്പെടൽ വരാം.
ഹല്ലേലൂയ. ലോകമോഹങ്ങളെ ഉപേക്ഷിക്കേണ്ടിടത്ത് ഉപേക്ഷിക്കണം. കൂട്ടുകാരൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളോടൊക്കെ പറയട്ടെ. കൂട്ടുകാരൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രലോഭനങ്ങൾ തന്ന് മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്ന് വന്നാട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കുവാൻ പിശാച് അവരിൽ കൂടെ പ്രവർത്തിക്കും. ദൈവജനമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാ. നിങ്ങളെ വിളി വിശുദ്ധ വിളിയാ. സഹോദരന്മാരെ, ലോകാഭിപ്രായ പ്രകാരം ഹല്ലേലൂയ നമ്മളെ വിളിച്ചിടത്ത് കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരിക. ഒന്ന് വായിച്ച് കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം. 1-ാം അധ്യായത്തിൻ്റെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കും. അല്ല 1-ാം അധ്യായം 26-ാം വാക്യം. 1 കൊരിന്ത്യർ 26. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ലോകത്തിൽ ഭോഷത്വമായത് ദൈവം തെരഞ്ഞെടുത്തതാ നമ്മെ. ബലമുള്ളതിനെ ലക്ഷിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ഒന്നും പ്രശംസിപ്പാനില്ലായിരുന്നു. ദൈവത്തിന്റെ ദാസീദാസന്മാരെ, നമ്മള് വിശുദ്ധന്മാരുടെ പന്തിയിൽ നമ്മെ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ മനസ്സലിവ് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ടിരുന്നു. നമ്മുടെ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തതാ. നമ്മൾ കർത്താവിനെ തേടിപ്പോയതാണോ? ഒരിക്കലുമല്ല. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ ഫലം കായ്ക്കുവാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങളുടെ ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്കാണ് നമ്മെ കൊണ്ടുവന്നത്. വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നമ്മളെ തിരഞ്ഞെടുത്തതാ. തിരഞ്ഞെടുത്ത് നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്ത കർത്താവ്. ഹല്ലേലൂയ. ഈ വഴിയിലൂടെ, ഇടുക്ക് വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലവിധമായ വിഷയങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഒരിക്കലും വഴി മതി എന്ന് പറഞ്ഞ് പോകുവാനിടയാകരുത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ദൈവം ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിക്കുമ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ ആ ഇടുങ്ങിയ അനുഭവത്തിലും കാണുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നാശത്തിലേക്ക് പോകുന്ന വിശാലതയുടെ വഴിയാണ്. യാത്രക്കാർ കൂടുതലാണ്. അവിടെ ആനന്ദപ്രദമായ ചിലർ കാട്ടിക്കൂട്ടുന്ന സംഭവങ്ങൾ അവർ കുടിക്കുന്നു, കൂത്താടുന്നു, അനധികൃതമായ എല്ലാ നിലയിലും അവർ ജീവിക്കുന്നു. ആ വഴി നമ്മുടെ വഴിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഒരു വഴി ദൈവം തുറന്നു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വഴി എങ്ങനെയുള്ളത് എന്ന് നമുക്ക് ശോധന ചെയ്യാം. നിത്യജീവങ്കിലേക്ക് പോകുന്ന വഴി അതേ ഇടുങ്ങിയ വഴിയാണ്. ആമേൻ. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആകയാൽ നമുക്ക് നന്നായിരിക്കേണ്ടതിന്, ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും ചട്ടങ്ങൾ, കൽപ്പനകൾ ആചരിക്കാം. ദൈവത്തെ ഭയപ്പെട്ട ദൈവവഴികളിൽ നടക്കാം. ഹല്ലേലൂയ. ഈ വഴികളിൽ നമ്മൾ ക്ഷീണിച്ചു പോകുവാൻ ഒരിക്കലും ഇടയാകരുത്. ജീവിത യാത്രക്കാരാ, കാലടികളെങ്ങോട്ട്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് പാടാമോ? ജീവിത യാത്രക്കാരാ, കാലടികളെങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലത്ത്. നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലന്ത്. അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ, പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ, പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകു നിനക്കുമീതേ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ, ഓ പൊന്നിൻ
ചിറകു സമർപ്പണത്തോട് പാടിയാട്ടെ. കർത്തൻ വീഴ്ചതു കാണുന്നില്ലേ, സൂര്യനിൽ താപമോ ഘോരമാഴിയോ, നിന്നെയാലട്ടായൻ പൊന്മകനെ. സൂര്യനിൽ താപമോ ഘോരമാരിയോ, നിന്നെയാലട്ടായൻ പൊന്മകനെ. ചേർന്ന് പാടാ. ജീവിത കാലടികളെങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്. നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാം നന്നായി ജീവിച്ചിരിക്കേണ്ടതിന് ദൈവ വഴികളിൽ നടന്ന് അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സമർപ്പിക്കപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ, നാം നമ്മുടെ കുഞ്ഞുകുട്ടികളും ആമേൻ നന്നായിരിക്കേണ്ടതിന് ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നമുക്ക് നടക്കുവാൻ കഴിയട്ടെ. വൈഷമ്യമായ മേടുകളിൽ കൂടെ നമ്മൾ തരണം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, അവിടുന്ന് കൈ പിടിച്ച് നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. നമ്മൾ കേട്ടല്ലോ, അബ്രഹാമിന് വേണ്ടി മോറിയാ മലയിൽ കരുതിയെങ്കിൽ, ഹല്ലേലൂയ, അവൻ നമുക്ക് വേണ്ടി ഇന്നും കരുതുന്ന ഒരു ദൈവമാണ്. യഹോവ ഇരയായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കൃപയിൽ നമുക്ക് നിലനിൽക്കുവാൻ ദൈവം നമ്മെ അധികം ബലം നൽകി നന്മയെ ആദരിക്കുമാറാകട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന് ധന്യനായ പൗലോസ് പറഞ്ഞതുപോലെ ഉയരത്തിലെ ശക്തിയാണ് നമ്മെ നിർത്തുന്നത്. ആ ശക്തി നമ്മുടെ മേൽ എപ്പോഴും കർത്താവ് നൽകി തരുവാൻ ശക്തനാണ്. അത് ചോർത്തി കളയുവാൻ, അത് കെടുത്തി കളയുവാൻ നമ്മൾ മനസ്സ് വയ്ക്കണം. ആത്മാവിന്റെ തീയെ കെടുത്തിക്കളയരുന്ന തിരുവചനത്തിൽ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് അനുഗ്രഹത്തോടെ ഇപ്പോൾ യഹോവായേ മനസാലിയുടെ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. ഓ മനസാലിയുടെ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സ്നേഹവും കൃപയും കാവലും കൂട്ടായ്മ അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും വന്നു ചേർന്ന എല്ലാ കുടുംബങ്ങളോടും മടക്കയാത്രയിലും അപ്പോൾ തന്നെ വചനം സംസാരിച്ച അഭിഷക്തന്മാരോടും ദേശത്തായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റർ കുടുംബത്തോടും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. സമാധാനത്തോടെ നമുക്ക് പിരിയാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.